വേണിച്ചേട്ടൻ തന്നെ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായതിനു ശേഷം ഓട്ടോ ഇത് ആയതിനു ശേഷം അടുത്ത പടം ചെയ്യുമ്പോൾ ആ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഓട്ടോയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത പടം അഭിനയിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് വേറെ ഏതോ പടം ഉണ്ടായിരുന്നു, ലാൽ സലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിഴക്കുണരും പക്ഷി ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ നമുക്കറിയാമല്ലോ അടുത്ത സീന് നമ്മൾ ഉണ്ടെന്നുള്ള അറിയാം. അപ്പോൾ ഈ സീൻ കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യണം, നമുക്ക് ആഗ്രഹമുണ്ടല്ലോ മേക്കപ്പ് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ള ആ സീനിൽ അഭിനയിക്കുന്ന മറ്റുള്ള നടന്മാരെല്ലാം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് കൂടെ അഭിനയിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം മേക്കപ്പും കഴിഞ്ഞ് അവർ സീനിൽ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തോടെ അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴും ഇവൻ ലേറ്റായി, ഞാൻ ലേറ്റായതിൻ്റെ കാര്യം എനിക്ക് ലാസ്റ്റിലാണ് അതിൻ്റെ ഒരു സൗകര്യം കിട്ടിയത്. അപ്പോൾ എനിക്കും ഒരു പേരിനൊരു ഓർഡർ എടുത്തിട്ട് ഞാനും ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ അവർ പലരും ജീവിച്ചിരിപ്പില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവരും ഉണ്ട്. അവർ തമാശയ്ക്കാണെങ്കിലും പറയും വലിയ സിനിമയുടെ മാരനടെ അവർ മാറിക്കൊണ്ട് കാര്യം ഇത്രയും നേരം കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ടെക്നീഷ്യനായിട്ടും അവർ എല്ലാവരുടെയും കൂടെ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് നടനായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പം തമാശയ്ക്ക് പറയണതാണ്. പക്ഷേ അത് എന്തോ എനിക്കത് വിഷമമായിട്ട് തോന്നി. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു ജോലി എടുക്കുക. ഒന്നുകിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഭിനയം തുടരുക. അങ്ങനെ തീരുമാനമെടുത്തു, ഈ പരിപാടി വേണ്ട, അഭിനയം മാത്രം മതി. കളിപ്പാട്ടം അതുവരെ വേണിച്ചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ വേണിച്ചേട്ടൻ അല്ലാതെ വേറെയും 2-3 പേരുടെ കൂടെയൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ ഒരു പടം വേറൊരു വ്യക്തി ഡയറക്റ്റ് ചെയ്യേണ്ട പടം, അദ്ദേഹത്തിന് അസുഖം വന്ന് ആ പടം ചെയ്യാൻ പറ്റാതെ വന്നപ്പം ആ പടത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ഡയറക്റ്റ് ചെയ്ത് തീർത്തു കൊടുത്തു. ആ സിനിമ ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അത് നന്നായിട്ട് പോയില്ല. കാര്യം ഞാൻ ഇഷ്ടപ്പെട്ട കഥയോ അല്ലെങ്കിൽ ഞാൻ വഴി വന്ന സിനിമയോ ഒന്നുമല്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തു. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അപ്പം ഞാനാണ് 10-23 ദിവസം കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ആ മേഖലയിലും കൈവച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അഭിനയം പിന്നെ സ്ഥിരമായിട്ട് തുടങ്ങിയപ്പോൾ പിന്നെ അഭിനയം തന്നെ മതി എന്നുള്ളൊരു ലെവലിലേക്ക് വരികയും അഭിനയം തന്നെ തുടർന്ന് പോവുകയും ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. അസിസ്റ്റൻറ്റ് ഡയറക്ഷനുള്ള പണി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം വന്നതാണ്. എന്നെ ആ ആഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എനിക്കിട്ടൊരു പാരവച്ചതല്ല, അദ്ദേഹം ലാസ്റ്റ് മിനിറ്റിൽ കാല് മാറിയപ്പോൾ എനിക്കതൊരു മോശമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് തന്നെ വേണ്ടാന്ന് വെച്ചു, ഞാൻ ചെയ്യണില്ലെന്ന് വെച്ചു. അങ്ങനെ അപ്പോൾ അതും വന്നതാണ്, ഡയറക്ഷനിലേക്കും വന്നതാണ്. പിന്നെ മലയാള സിനിമയിലെ ഞാൻ പല സിനിമകളിലും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും കൂടെ അഭിനയിക്കുകയും ചെയ്ത ഒരു നടൻ, അദ്ദേഹം പഴയകാല നടനാണ്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. ഹീറോ ഒന്നുമല്ല, പക്ഷേ നല്ല പ്രശസ്തനായ നടനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു 3-4 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നീ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതിനൊക്കെ വേണ്ടി. ഈ അടുത്ത ഒരു വർഷം മുമ്പ് കണ്ടപ്പോഴും ഇങ്ങനെ എന്തോ പറഞ്ഞു ഇവന് ഞാനൊരു ഓഫർ കൊടുത്തതാണ്, ഇപ്പോഴും ഓഫറൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ അതിന് മുതിർന്ന് ഇറങ്ങിയിട്ടില്ല. അല്ല, അദ്ദേഹം അത്ര വലിയ കാശൊക്കെ ഉള്ള നല്ല സാമ്പത്തിക അവസ്ഥയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഇന്ത്യക്ക് വെളിയിലൊക്കെ കുറേ അദ്ദേഹത്തിന് വലിയ സുഹൃത്ത് ബന്ധമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു 20 കൊല്ലം മുമ്പാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പക്ഷേ അതിനകത്തോട്ട് പോയില്ല. കാര്യം തൽക്കാലം അങ്ങനെ 2 വള്ളത്തിൽ ചവിട്ടണ്ട, ഒരു വള്ളത്തിൽ പോകുന്ന വള്ളം ഇപ്പം തുഴഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ തുഴഞ്ഞൊഴിഞ്ഞ് മുമ്പോട്ട് പോവാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ഒരു ജീവിതത്തിൽ കൂടിയും കടന്നുപോയി. അതിന് പുസ്തകം എഴുതുന്നുണ്ട്. കാര്യം അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ പ്രത്യേകതയുണ്ട്. സെറ്റിലുള്ള സകല ആൾക്കാർക്കും തെറി വിളിക്കാൻ കിട്ടുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. എല്ലാ ആൾക്കാരും സകല ഡ്രൈവർ, പാത്രം കഴിയുന്ന ആളുണ്ടെങ്കിൽ അയാൾ വരെ തെറി വിളിക്കും അസിസ്റ്റൻറ്റ് ഡയറക്ടറെ. കാര്യം അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനും പറയില്ല ഒന്നും. ഒരു ഡയറക്ടർ, വളരെ അപൂർവം ഡയറക്ടർമാരുണ്ട് അവരുടെ എല്ലാ സൗകര്യങ്ങളും നോക്കണം. മണിയമ്പിള്ള രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ മെസ്സിനകത്ത് വരെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. രാജേട്ടനൊക്കെ എന്നെക്കാളിലും മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ വണ്ടി കാണില്ല, നടന്ന് എല്ലാവരും വണ്ടി എടുത്ത് പോകുമ്പോൾ ആ ലൊക്കേഷനോട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകും. രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വണ്ടിക്ക് പൈസ പോലും ഇല്ല, ബസ്സിന് പൈസ പോലും ഇല്ല, എത്രയോ കിലോമീറ്റർ അദ്ദേഹം നടന്ന് ലൊക്കേഷൻ എത്തിയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്.
പക്ഷെ നമ്മുടെ കഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർ അതിനേക്കാളും വലിയ ഭാഗ്യവന്മാരാണ്. അപ്പം ഇപ്പം പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ പെൺകുട്ടികളും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം മാറിയനുസരിച്ച് എല്ലാം മാറി. അന്ന് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ എന്താ പറയുക, തേർഡ് റേറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്, വളരെ മോശമായിട്ട്. അന്ന് ആഹാരം പോലും ഒരു സെറ്റിലുണ്ടായ ഒരു അനുഭവമാണ്, എനിക്കുണ്ടായ അനുഭവമല്ല, മറ്റൊരു സെറ്റിലുണ്ടായ അനുഭവമാണ്. പ്രൊഡക്ഷനിൽ ഫുഡ് വിളമ്പുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളവരെല്ലാം നല്ല ആൾക്കാരാണ്. ഇത് മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ പോലും ഇപ്പോൾ ഞാൻ കാണാറില്ല. പണ്ടൊക്കെ വളരെ മോശം സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഈ സ്വഭാവമുള്ള ഒരുത്തൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഇന്നിപ്പം കാരവനുണ്ട്, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കാരവനകത്തും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സും വലിയ ആർട്ടിസ്റ്റിനൊക്കെ വേറെ ഒരു സ്ഥലം കൊടുക്കും, പിന്നെ ബാക്കി കുറേ ആൾക്കാർ ഇവിടെ, കുറേ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അന്ന് പല ആൾക്കാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം പെട്ടെന്ന് ഈ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് 4-5 പേരാണ്, അവരെല്ലാം കൂടെ ചോറ് പകുതിയിൽ മതിയാക്കി കഴിച്ചു പോയി. അപ്പോൾ ദൂരെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അവരിരിക്കുക. അവർ നോക്കിയപ്പോൾ ഇവർ എന്തോ അവിടെ സംസാരം ഉണ്ടായി, ഹൂ ഇതൊക്കെ ഒരു സൗണ്ടൊക്കെ കേട്ടു. അപ്പോൾ ഇത് കുറച്ച് മാറി, അപ്പോൾ അവർ കഴിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഡയറക്ടർ വെച്ചാൽ അതെന്താ അവിടെ പ്രശ്നം, അവർ കഴിച്ചിട്ട് കഴിച്ചു എന്ന് ആ പ്രൊഡക്ഷനിൽ അവനെ വിളിക്കാൻ പറഞ്ഞു. അതായത് ഈ പ്രൊഡക്ഷൻ്റെ ചീഫ്, ഈ ചീഫാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തികെട്ട സ്വഭാവമുള്ള ആൾ. അയാൾ വന്നപ്പോഴത്തേക്കും ഡയറക്ടർ ചോദിച്ചു, എന്താ അവർ ആഹാരം കഴിക്കാതെ കഴിച്ചു പോയെന്ന് ചോദിച്ചു. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ അടുത്ത് ചോദിച്ചു മുട്ടയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുട്ടയില്ല കുഞ്ഞേ, ഞാൻ ഇവിടെ നിന്ന് മുട്ട കൊണ്ടുവരാനാ, എനിക്ക് ഇവിടെ പ്രൊഡ്യൂസർ വാങ്ങിച്ചു തരണമെന്നല്ലേ നമുക്ക് വയ്ക്കാക്കുള്ളൂ, ഇവിടെ മുട്ടയൊന്നുമില്ല, സാറ് കഴിക്കും സാറേ, ഈ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാറ് കളഞ്ഞിട്ട് പോയി, ഞാൻ എന്ത് ചെയ്യാകും, ഇവർ വാങ്ങിച്ചു തരണ സാധനമല്ലേ എനിക്ക് വിളമ്പാവക്കുള്ളൂ. ഇത് പറഞ്ഞതും ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്ന് ഇട്ടിട്ട് കഴിച്ചു പോയി. സാറേ ഞാൻ എന്ത് ചെയ്യും സാറേ, ആഹാരത്തിനോടൊക്കെ ഇങ്ങനെ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഡയറക്ടർക്ക് ഭയങ്കര ദേഷ്യമായ കാര്യം, മുട്ടയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആഹാരം ഇട്ട് കഴിച്ചു പോവുകയാണ്. ഒരു ആഹാരത്തിന് നിന്ദിക്കുന്ന പരിപാടി മാത്രമല്ല, പ്രൊഡ്യൂസറോട് കാണിക്കുന്ന ഒരു മോശപ്പെട്ട സ്വഭാവമല്ലേ. വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു, നിങ്ങളെന്തിനാണ് ഫുഡ് കഴിക്കാൻ കഴിച്ചു പോയത്? അപ്പോൾ പറഞ്ഞു, ഇവനോട് ചോദിച്ചു മുട്ടയുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിരിക്കില്ലേ കാശ്, അതൊക്കെ അച്ചി വീട്ടിൽ പോയി ചോരടാ, പിന്നെ പ്രൊഡ്യൂസർ ഉണ്ടാക്കി നിനക്കൊക്കെ മുട്ട തരാൻ വേണ്ടിയാണ്, വേറെ നിന്ന് കഴിച്ച് പാടാ എന്നാണ് അയാൾ പറഞ്ഞത്. ഇതേ സംബന്ധം തന്നെ അവനും പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരാമോ ചേട്ടാ, എൻ്റെ പ്രൊഡ്യൂസർ വായിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ പറഞ്ഞ ടോൺ ഇങ്ങനെയായിരുന്നു, വേണേ തന്നിട്ട് കഴിച്ച് പാടാ മുട്ട, പിന്നെ എൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മുട്ട. അങ്ങനെയുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർക്ക് മൊത്തത്തിലാണ് അവർ കഴിച്ചു പോയത്. ആലോചിച്ച് നോക്കൂ, ഈ ആൾക്കാർക്ക് എവിടെ നിന്ന് വരണവന് പോലും ചീത്ത വിളിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഫയറിംഗ് ടാർഗറ്റായിരുന്നു ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. ഞാനിത് നിർത്താൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് ഒരെണ്ണത്തിൽ പോയാൽ മതി എന്ന് ആഗ്രഹിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അത് ഒന്ന് മാത്രമാക്കാനായിട്ട് വേറൊരു കാരണം കൊണ്ടുണ്ടായി. ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മദ്രാസിൽ ഡബ്ബിങ് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ട്രെയിൻ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലേക്ക് വരാൻ. ഡബ്ബിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചിങ്ങ് നാട്ടിലേക്ക് വരികയാണ്. പിന്നെ ബാക്കി ഫൈനൽ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം വരാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും പൈസ കിട്ടിയിട്ടില്ല. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ മാനേജർ ചോദിച്ചാൽ പറഞ്ഞു, പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലുണ്ട്, പ്രൊഡ്യൂസറിൻ്റെ വീട്ടിൽ പോയാൽ മതി, നീ സ്റ്റേഷനിൽ പോകണതിന് മുമ്പ് നേരെ അവിടെ പോയിട്ട്. അപ്പോൾ എങ്ങനെ പോയി, ഓട്ടോറിക്ഷ പിടിച്ചേ പോകാക്കുള്ളൂ, കാര്യം കാറൊന്നുമില്ല, നമുക്ക് പ്രൊഡക്ഷൻ വണ്ടിയൊന്നും തരില്ല. അങ്ങനെ ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ വീട് തപ്പി, ആ പ്രൊഡ്യൂസറും ജീവിച്ചിരിപ്പില്ലെന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വീടിൻ്റെ വെളിയിലുണ്ട്. അത് പോയില്ലേ? ഞാൻ പറഞ്ഞില്ല ഏട്ടാ, രാത്രി. അപ്പം 4 മണി 4:30 മണി എന്തോ ആയി. 6:30 മണി 6:45 6:50 ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ. അന്ന് ഈ ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ അന്ന് 6:50 അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു അശോക് നഗർ അവിടെയാണ്. അവിടെ നിന്ന് ഒരു 5:30 5:45 വിട്ടാലേ 6:45 മുമ്പ് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുള്ളൂ. അപ്പോൾ ഈ 4-4:30 മണി എന്തോ ആയി. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ ഇപ്പോൾ ഇവിടെ നേരെ അങ്ങ് പോവുകയാണ്. പിന്നെ എന്താ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു ഏട്ടാ, കാശൊന്നും തന്നില്ല ഏട്ടാ, എന്തെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു, പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിക്കാനോ വന്നതെന്നുണ്ട്. അപ്പം ഈ കൺട്രോളർ പറഞ്ഞ ഡയലോഗ്, എൻ്റെ പ്രൊഡ്യൂസർ സ്വിമ്മിംഗ് പൂളിലാണ്, സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് ചെയ്യാക്കില്ല, അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വരട്ടെ, വരുമ്പോൾ ഞാൻ പറയാം, വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞു ചേട്ടാ, അപ്പോൾ ട്രെയിൻ പോവില്ലേ, നീ തീരുമാനിക്കും, നിനക്ക് ട്രെയിനിൽ പോകണോ അതോ നിനക്ക് പൈസ വേണോ? ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അന്ന് കൂടുതലങ്ങ് തീരുമാനിച്ചു, ഇനി ഈ പരിപാടി വേണ്ട, അതോടെ ആ പരിപാടി നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പടം കൂടെ കണ്ട ചെയ്തു, പിന്നെ പോയിട്ടില്ല.
അത് ഭയങ്കര വിഷമമായി. സ്വിമ്മിംഗ് പൂളിലാണ് പ്രൊഡ്യൂസർ, അതുകൊണ്ട് പൈസ ഇപ്പോൾ തരാക്കില്ല. അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കണമെന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കും. പക്ഷേ എന്തായാലും അത് ഭയങ്കരമായിട്ട് എന്നെ മനസ്സിൽ വേദനിപ്പിച്ചു. അതുകൊണ്ട് അന്ന് പോണ വഴിക്കാൻ തീരുമാനിച്ചു, ഇനി ഈ പരിപാടിക്ക് വേണ്ട, എന്തിനു വെറുതെ. മാത്രമല്ല നമ്മൾ ഇത് രണ്ടും കൂടെ ഭയങ്കര പാടാണ് കൊണ്ടുപോകാൻ. ഈ പകുതി ഡയറക്ഷനും പകുതി ഇതും എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അന്ന് നമ്മുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അന്നേ എനിക്കറിയാം 2 ഡയറക്ടർമാർ, അവർ രണ്ടുപേരും നമ്മളെ പോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ആൾക്കാർ, അസോസിയേറ്റഡൊക്കെ ഇരുന്ന ആൾക്കാർ. അവരുടെ ചെയ്യുന്ന രീതി കാണുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളാണ് ഞാൻ അന്ന് മനസ്സിൽ എനിക്ക് തോന്നിയത്. രണ്ടുപേരും വളരെ പ്രശസ്തരായ ഡയറക്ടർമാരാകും ഇന്ന് അന്നു മുതലേ മനസ്സിൽ തോന്നിയ 2 പേരാണ്. ഒന്ന് ലാൽ ജോസും ഒന്ന് ജോണി ആൻ്റണിയും. അതുപോലെ തന്നെ സംഭവിച്ചു. കാര്യം അവരുടെ ആ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയും അവർ ചെയ്യുന്ന രീതിയും അവരുടെ ഒരു ഗവേണിങ് പവറും. അവരൊക്കെ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും നിൽക്കുന്ന സമയത്തല്ല, അത് ഒരുപാട് ആൾക്കാർ അന്ന് വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇവർ വളരെ ഫേമസ് ആയി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അസിസ്റ്റന്റ് ഡയറക്ടർ പണി കഴിഞ്ഞു. പിന്നെ വീണ്ടും അഭിനയത്തിലേക്ക് തന്നെ വീണ്ടും പോയി. പിന്നെ ഞാൻ കുറേ പടങ്ങൾ ഇങ്ങനെ തത്തി പോകുമായിരുന്നു. കാര്യം അടുപ്പിച്ചടുപ്പിച്ച് പടങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ പല ആൾക്കാരെ കാണുമ്പോഴും വേഷം തരാം എന്നൊക്കെ പറയുന്നതല്ലാതെ കിട്ടുന്നില്ല. പിന്നെ അറിയപ്പെടുന്നൊരു വേഷം ചെയ്യുന്നത് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലാണ്. സുരേഷ് ചേട്ടനുമായിട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഉള്ള പരിചയം. രാധാകൃഷ്ണൻ്റെ വീട്ടിൽ വരുന്നതും ശ്രീകുട്ടച്ചേട്ടൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ഉള്ള നിലയിൽ സുരേഷ് ചേട്ടനെ അന്നേ പരിചയമുണ്ട്. സുരേഷ് ചേട്ടൻ ആരെന്ന് പറഞ്ഞാൽ ജി സുരേഷ് കുമാർ, പ്രൊഡ്യൂസർ. അതാണ് സുരേഷ് ചേട്ടൻ. നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കാര്യം സുരേഷ് ഗോപിയുണ്ട്. ഇപ്പോൾ സുരേഷ് ചേട്ടൻ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ സുരേഷ് ചേട്ടനെ അന്നേ പരിചയമുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പേ പരിചയമുണ്ട്. സുരേഷ് ചേട്ടനെ അറിയാം, സുരേഷ് ചേട്ടൻ്റെ അളിയൻ സേനൻ ചേട്ടനെ അറിയാം, സുരേഷ് ചേട്ടൻ്റെ പാർട്ട്ണർ സനലേട്ടൻ, പിന്നെ രാധാകൃഷ്ണൻ, അപ്പിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ. ഇവരുമായിട്ടൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഉള്ള പരിചയങ്ങളുണ്ട്. അപ്പോൾ ഈ സുരേഷ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബട്ടർഫ്ലൈസ്. രാജീവ് അഞ്ചൽ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ രാജീവ് ഏട്ടനെയും നല്ല പരിചയമുണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് ഞാൻ പറഞ്ഞല്ലോ, അത് ആദ്യം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ പടമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഷൂട്ടിങ്ങിന് ഞാനും ആ പാട്ടിനകത്ത് ചെറുതായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമയെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആ പ്രോജക്റ്റ് ഷെൽവ് ചെയ്തു. ഇത് രാജീവ് ഗാന്ധി വധത്തിന് അതിന് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ഞങ്ങൾ ശ്രീപെരുമ്പത്തൂർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആരോ പറഞ്ഞത് ഇതിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം ഈ ബോംബ് എക്സ്പ്ലോഷനിൽ മരിച്ച സ്ഥലം തൊട്ടടുത്താണ്, അവിടെ ഇപ്പോൾ സ്മാരകമുണ്ട്. അപ്പം നമ്മുടെ NL ബാലേട്ടനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഫോട്ടോഗ്രാഫർ. ബാലേട്ടൻ പറഞ്ഞു, എന്താ നമുക്ക് പോകണോടാ, കാണാം, തീർച്ചയായിട്ടും കാണണ്ടേ. ഞാൻ പറഞ്ഞു പോകാം പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടയിലൊരു ബ്രേക്ക് സമയത്ത് നമ്മളൊരു കാറ് തരുമോ എന്ന് ചോദിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർ കാറ് തന്നു. നമ്മൾ ആ കാറിൽ കയറി ഞങ്ങൾ 4-5 പേര് അവിടെ നിന്നൊരു എനിക്ക് 4-5 കിലോമീറ്റർ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് ശവകുടീരം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ നടന്നു. അവിടെ ഇപ്പോൾ ചെറിയൊരു വേലിയൊക്കെ കെട്ടി ഒരു ഇതാക്കിയതേ ഉള്ളൂ. ഇപ്പോൾ വലിയ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നെ പോയിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഈ സിനിമ അങ്ങ് ഷെൽവ് ചെയ്ത് ഇത് വേണ്ടാന്ന് വെച്ചു. ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സിനിമ അതേ പ്രോജക്റ്റിനെയാണ് വേറൊരു കഥ വന്നിട്ടാണ് ബട്ടർഫ്ലൈസ് ആക്കുന്നത്. അപ്പം ഞാൻ ഈ കഥ രാജീവേട്ടൻ്റെ ഈ കഥ ഞാൻ എൻ്റെ അനുഭവ കഥ ഒക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോഴും ഈ സിനിമയിൽ എനിക്ക് വേഷമില്ല. അപ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത് വിനീതിനെയാണ്. വിനീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വിനീത്. ഇപ്പോൾ വിനീത് ശ്രീനിവാസനും മറ്റേ വിനീതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതല്ല, നമ്മുടെ പഴയ വിനീത്, സർഗത്തിലെ വിനീത്. അപ്പോൾ വിനീതിനെയാണ് ഉദ്ദേശിച്ചത് ആ വേഷം ചെയ്യിക്കാനായിട്ട്, ഈ പവി എന്ന് പറഞ്ഞ പവിത്രൻ. അങ്ങനെ വേഷമില്ല. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചാൽ പറഞ്ഞു വേഷം വലിയ വേഷം ചേട്ടാ, എന്തെങ്കിലും ഒരു വേഷം നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ പ്രിയഞ്ചേട്ടൻ്റെ ഒരു ഹിന്ദി പടം ഗർദിഷ് എന്ന് പറഞ്ഞ ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ പ്രിയഞ്ചേട്ടൻ പറഞ്ഞു നീ വാ, അത് കിരീടത്തിൻ്റെ ഹിന്ദി ഇതാണ്. അത് പ്രിയഞ്ചേട്ടൻ്റെ 2ാമത്തെ ഹിന്ദി സിനിമയാണ്. അങ്ങനെ അതിൻ്റെ ഷൂട്ടിങ് മദ്രാസിൽ ഒരു സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. മുരുകാലയ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് നടക്കുക. ഈ സ്റ്റുഡിയോയുടെ അതൊരു ഇടവഴിക്കകത്താണ്. ആ ഇടവഴിയിലോട്ട് കയറുന്നതിൻ്റെ ആ മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലോട്ട് കയറുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ
സ്റ്റുഡിയോ. ഇന്ന് ആ സ്റ്റുഡിയോ ഇല്ല, അത് ഇന്ന് ഇടിച്ച് കളഞ്ഞിട്ട് വലിയ ഫ്ലാറ്റാണ്, എന്തോ ബിൽഡിങ്ങായി. ആ സ്റ്റുഡിയോയിലാണ് ബട്ടർഫ്ലൈസിൻ്റെ പൂജ. അപ്പം അതിൻ്റെ തലേദിവസം എന്നെ വിളിച്ച്, നീ പൂജയുണ്ട് വരണമെന്നൊക്കെ പറഞ്ഞു. രാവിലെ 9:30 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു. അപ്പോൾ അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ മീശ ഷേവ്, അതുവരെ ഒരു വൃത്തികെട്ട മീശയുണ്ട് എനിക്ക്. ഈ മീശ പ്രിയചേട്ടൻ പറഞ്ഞു, മീശ ഷേവ് ഇടാ എന്ന് പറഞ്ഞു. ഹിന്ദി സിനിമയല്ല, ഹിന്ദി സിനിമയിൽ പ്രത്യേകിച്ച് എല്ലാവരും മീശ ഇല്ലാതെയാണ് നടക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് മീശ ഷേവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മീശ ഷേവ് ചെയ്തു. അങ്ങനെ 2-3 ദിവസം അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പൂജ. അപ്പോൾ പ്രിയചേട്ടൻ പറഞ്ഞു, എനിക്ക് വരാക്കുമെന്ന് അറിയില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഇങ്ങനെ നടന്ന് ഈ ഇടവഴി കൂടെ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്താൽ ഈ സ്റ്റുഡിയോ ആയി. അപ്പം ഞാൻ ചെന്ന് ഈ ഗേറ്റിനകത്തോട്ട് കയറുമ്പോൾ ആ വലിയ മുറ്റത്തിൻ്റെ അവിടെയാണ് ആ ബിൽഡിങ്. അതിൻ്റെ ഫ്രണ്ടിൽ അന്ന് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ ആരോ VIP ആയിട്ട് ആരോ വരും എന്ന് പറഞ്ഞു, ആരാന്ന് ഓർമ്മയില്ല. അപ്പോൾ സുരേഷ് ഏട്ടനും രാജീവ് ഏട്ടനും ഇവരെല്ലാം അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഞാൻ ഈ മീശയൊക്കെ ഷേവ് ചെയ്ത് ഞാനിങ്ങനെ നടന്നടുത്ത് വന്നപ്പോൾ രാജീവ് ഏട്ടൻ, ദേ നമ്മുടെ പവി വരണു എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഏട്ടൻ നോക്കിയപ്പോൾ പറഞ്ഞു, സുരേഷേ പവിയെ അന്വേഷിച്ച് ഇനി ഒരിടത്ത് പോകണ്ട, അതാ ഇവൻ തന്നെ നമ്മുടെ പവി എന്ന് പറഞ്ഞു. ഓഹ് എൻ്റെ ദൈവമേ, അവിടെ ഇതിന് പോയതാണ്, വേഷം കിട്ടി. അപ്പോൾ എന്താ പവി ഇത് എനിക്ക് കഥ അറിയില്ലല്ലോ. അങ്ങനെ നന്ദു പവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, നന്ദു ചെയ്താൽ മതി. ഇപ്പോൾ ഈ രൂപത്തിൽ കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് പല രീതിയിൽ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറ്റി നോക്കാനും അന്നൊന്നും ഇല്ലല്ലോ. അപ്പം മീശ ഇല്ലാതെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന്, കാര്യം ഭയങ്കര ചേഞ്ചായിരുന്നു. എന്നെ എല്ലാം കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് നീയാണോ എന്ന് തോന്നിക്കുന്നൊരവസ്ഥയാണ്. കാര്യം അതുവരെ മീശ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മീശ എടുത്തപ്പം ഒരു ഭയങ്കര ചേഞ്ച്. അങ്ങനെയാണ് ആ സിനിമയിൽ വേഷം കിട്ടുന്നത്. പിന്നെ 1 മാസം ബാംഗ്ലൂർ. ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സിനിമ ലൊക്കേഷൻ അതായിരിക്കും. അതിന് അത് പ്രിയചേട്ടൻ്റെ ഷൂട്ടിങ്, തേന്മാൻകുമ്പത്തൊക്കെ അതുപോലെ തന്നെ, കിലുക്കമൊക്കെ അതുപോലെ തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ബട്ടർഫ്ലൈയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു 1-1.5 എൻജോയ്മെൻ്റ് ആയിരുന്നു. കാര്യം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനകത്ത് അവിടെ ചെന്ന് ആദ്യമേ പോയി. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ വണ്ടിയായിട്ട് ഉപയോഗിക്കാനായിട്ട് കുറേ വണ്ടികൾ, ഒരു ഹോണ്ടയുടെ ഒരു ബൈക്ക്, സ്ക്രാംബ്ലർ ബൈക്ക്, ആ സിനിമ കണ്ടാൽ ഓർമ്മ വരും. പിന്നെ ജിപ്സി, ആ ജിപ്സി ഓൾട്രേഷൻ ചെയ്ത ജിപ്സി, പിന്നെ ഒരു BMW കാറ്, പിന്നെ ഒരു ബെൻസ് കാറ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയനായിട്ട് ഞാനാണ്. എന്നെ ഏൽപ്പിച്ചു, നീ നോക്കിക്കൊള്ള ഈ വണ്ടിയൊക്കെ. അവന് ഏറ്റു. ഓരോ ദിവസം ഓരോ വണ്ടിയിലാണ്. ബ്രിഗേഡ് റോഡിൽ പബ്ബിൽ ചെന്നിറങ്ങിയിട്ട് പിച്ചക്കാരനായിട്ടാണ്, വല്ലവനെ ഓസിയാണ് പോണത്. പക്ഷേ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ സെക്യൂരിറ്റിക്ക് ബെൻസിൽ ചെന്നിറങ്ങിയിട്ട് സെക്യൂരിറ്റിക്ക് കൊടുക്കും. ഓഹ് എന്തോ വെൽക്കമായിരുന്നു അവിടെ ചെന്ന്. എനിക്ക് 3 സല്യൂട്ടാണ്. കാര്യം ഓരോ ദിവസം ഓരോ വണ്ടിയിലാണ് വരണത്. ഇന്ന് ബെൻസിപ്പം, അടുത്ത ദിവസം മറ്റേ ബൈക്കിൽ ചെല്ലും, അതിൻ്റെ അടുത്ത ദിവസം BMW. അന്ന് അതിനകത്ത് അവിടെ പാർക്ക്, ഇന്ന് ബ്രിഗേഡ് റോഡിൽ വണ്ടി പാർക്കാൻ സമ്മതിക്കുന്ന സംശയമാണ്. അന്ന് അവിടെ ദി ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു പബ്ബ് ഉണ്ടായിരുന്നു, അവിടെയാണ് സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നത്. അത് പോകാൻ പറ്റുന്ന സമയങ്ങളിലല്ല. അങ്ങനെ ബാംഗ്ലൂർ അടിച്ച് കറങ്ങി പൊളിച്ച് ആ ഷൂട്ടിങ് സമയം ഫുള്ള് ഭയങ്കര എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്. എല്ലാവരും ഹാപ്പി. കാര്യം ആ പടം അങ്ങനത്തെ ഒരു പടമാണല്ലോ, ഭയങ്കര എന്ത് പറഞ്ഞാലും ഉടനെ ചാടി ഇറങ്ങുന്ന ഒരു കഥാപാത്രമുള്ള പ്രിൻസ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ. എനിക്ക് തോന്നി ഇന്ന് അത് സിറ്റിയായി ആ ഭാഗമൊക്കെ. അന്ന് സിറ്റിക്ക് വെളിയിലാണ്. 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോണ സ്ഥലത്ത് ഒരു റിസോർട്ട്, ആ റിസോർട്ടിലാണ് ഷൂട്ടിങ്. അവിടെ ഈ പാട്ടെടുക്കാൻ പോയി. അപ്പോൾ ഞാൻ ഈ ബൈക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ ബൈക്കും കൊണ്ട് ഞാൻ അവിടെ ചെന്നു. ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കും. രാവിലെ തുടങ്ങി ഷൂട്ടിങ്. അപ്പോൾ നോക്കി അവിടെ ബിയർ പാർലറുണ്ട്. 7 രൂപയും കണ്ടുള്ളൂ ഒരു ബോട്ടിൽ ബിയർ. 7, 10, 9 രൂപ എന്തോ ഒരു ബോട്ടിൽ ബിയർ. അപ്പോൾ സുരേഷ് ഏട്ടൻ നമുക്ക് ഓരോ ബിയർ അടിക്കാമല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ അടിക്കാൻ പറ്റും, നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു ബിയർ വാങ്ങിച്ചു. അപ്പം ലാലിനൊരു ബിയർ വേണമെന്ന് ചോദിക്കുന്നെന്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ബിയർ കുടിക്കണം. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ് ഷൂട്ട്. ഭയങ്കര ജോളിയായിട്ട് ഷൂട്ട് ചെയ്യാണ്. ഒരു ബിയർ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിയർ, അപ്പോൾ അവിടെ 1-2 പേര് പറഞ്ഞു, എന്നാൽ ഓരോ ബിയർ ഞങ്ങൾക്ക് ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ബിയർ 8 രൂപ കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ യൂണിറ്റിൽ ആരോ ചോദിച്ചു, നിങ്ങളൊക്കെ ബിയർ കുടിക്കുന്നു, നിങ്ങൾക്കൊക്കെ സമയം കൊള്ളാം, നമുക്കൊരു ബിയർ കിട്ടാൻ മാർഗമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷേട്ടാ യൂണിറ്റുള്ളവർ ചോദിച്ചു ബിയർ കിട്ടുമോ ചോദിച്ചു. എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുക, ആർക്കൊക്കെ ബിയറുള്ളൂ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അവസാനം ബിയർ വാങ്ങിച്ച് എത്ര രൂപയാണ് കൊടുത്ത്. എൻ്റെ കയ്യിലാണ് ലാസ്റ്റ് പൈസ എന്ന് കൊടുക്കാൻ. ഒരു 100ൻ്റെ കുറേ നോട്ട്. എന്തോ അവിടെ പോയി എത്ര ബിയർ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കും. എല്ലാ സകല ആൾക്കാർക്കും ബിയർ, അത് 1, 2, 3 ആർക്കറിയാം. പൈസ എല്ലാം കൊടുത്തു.
അന്ന് രാത്രി അവിടെ നിന്ന് 6 മണി കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ദിവസവും രാവിലെ ചില ദിവസങ്ങളിൽ പോകുമ്പോൾ ഈ ജിപ്സിയിലാണ് പോണത്. തിരിച്ചു വരുമ്പം ഈ ജിപ്സിക്കകത്ത് ഫുൾ ലൈറ്റ്, അതിനകത്തൊരു 8 ലൈറ്റാണ്, മുകളിൽ 4 ലൈറ്റ്, താഴെ 4 ലൈറ്റ്. ഈ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ മര്യാദയ്ക്ക് പോകും. എതിരെ വരണ ലോറിക്കാരൻ ലൈറ്റ് അടിച്ച് ഡിമ്മടിച്ചില്ലെങ്കിൽ ഇവിടെ ഈ ലൈറ്റ് ഇടും. സുരേഷ് ഏട്ടൻ എല്ലാവരും ഫുൾ ആൾക്കാർ ആ വണ്ടിക്കകത്താണ്. ഭയങ്കര രസമായിരുന്നു. കുറേ പേര് മുകളിൽ നിൽക്കും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അത് അന്നത്തെ കാലത്ത് ഈ ഒരാൾക്കൊരു വണ്ടി എന്നുള്ള കോൺസെപ്റ്റ് അല്ല. 3-4 ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചാണ് ഒരു വണ്ടി പോണത്. ഇന്നാണ് ഒരാൾക്കൊരു വണ്ടി, ആ വണ്ടി വേറെ ആരെങ്കിലും ആ വണ്ടി കയറി ആ വണ്ടി പിന്നെ ഇയാൾ കയറില്ല. അങ്ങനത്തെയൊക്കെ കഥകളൊക്കെ ഇപ്പോഴാണുള്ളത്. ഇന്നിപ്പം അങ്ങനത്തെ പരിപാടി, അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു വണ്ടി പോവുക. വളരെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ ഒരു വണ്ടി എന്നൊക്കെ പറയുള്ളൂ. അതിനകത്ത് ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വെച്ച് ഇതുപോലെ കുറച്ച് ലേശം അഹങ്കാരമുള്ളൊരു ആർട്ടിസ്റ്റ് ഇതുപോലെ വേറൊരാളെ കൂടെ കയറ്റിക്കൊണ്ട് പോകുമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം തെറി പറഞ്ഞു. കണ്ട അലവലാതിയൊന്നും എൻ്റെ വണ്ടി കയറ്റാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ആ മറ്റേ നടൻ എൻ്റെ അടുത്ത് നിൽക്കാൻ അദ്ദേഹം അത് കേട്ടു. അദ്ദേഹം കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ആകെ വല്ലാതെ വിഷമിച്ചു. അദ്ദേഹം എന്നിട്ട് മാനേജറെ വിളിച്ച് പറഞ്ഞു, വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ എനിക്ക് വേറൊരു പിന്നെ ഒരു വണ്ടി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറെ വണ്ടിയിലാണ് പോയത്. ഇദ്ദേഹം കയറിപ്പോയി. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ലാലേട്ടൻ്റെ വയറ് കയറി പിടിച്ചിട്ടിങ്ങനെ ഊരി ഞെക്കി അയാളുടെ ചേട്ടൻ ഇട്ടിരുന്ന ഷർട്ട് കീറി. ഒറ്റ ഞെക്ക് ഇങ്ങനെ വാലിച്ച് പിടിച്ചിട്ട് ഈ ഷർട്ട് കീറി. ഇവൻ അവിടെ കറങ്ങി നിൽക്കുകയായിരുന്നു. നമ്മളെ പ്രൊഡക്ഷനിൽ നല്ല ആരോഗ്യമുള്ള അവനൊരുത്തൻ പിടിച്ച് ഒരു ഒറ്റ വലി വലിച്ച് ഈ വാനിനകത്ത് കയറ്റി കഥ ഉടച്ച് ഞാനും കൂടെ കയറി. അത് കയറുമെന്ന് പറഞ്ഞു. ഒരു 4-5 പേരും കൂടെ കയറി. തളി ക്ഷേത്രത്തിൽ നിന്ന് മഹാറാണി ഹോട്ടൽ തൊട്ടടുത്താണ്. പക്ഷെ അവിടെ ചെല്ലണതിന് മുമ്പേ ഇവനെ ഇടിച്ച് പരിപ്പാക്കി. ഞാനിടിച്ചില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. ഇവരെല്ലാം കൂടെ ഇടിച്ച് നേരെ അവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി. ലാലേട്ടൻ റൂമിലുണ്ട്. എനിക്ക് ലാൽ സാറിനല്ലേ കാണട്ടെ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ച് ഇവൻ്റെ ഷർട്ടൊക്കെ കീറി പറഞ്ഞു പോയി.